സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം നിർത്താനൊരുങ്ങുന്നതായി വിവരം. കെ പോളിനെ പോലെയുള്ളവർക്കൊപ്പം കുടുംബം നിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകേണ്ടതില്ലെന്നതാണ് കൗൺസിലിലെ അംഗങ്ങളുടെ തീരുമാനം. ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം നിർത്തിയാൽ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം പ്രതിസന്ധിയിലാകും. കാന്തപുരവുമായി ചർച്ച നടത്തിയതിനു ശേഷം ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം പൂർണ്ണമായി നിർത്തുന്നതിനെ കുറിച്ച് തീരുമാനിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസറും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കി. വധശിക്ഷ നീട്ടിവെച്ച സാഹചര്യത്തിൽ ഇനി ഇടപെടേണ്ടത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണെന്നതാണ് കാന്തപുരത്തിന്റെ നിലപാട്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതിനു ശേഷം തുടർ നടപടികളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ദിയാദനം സംബന്ധിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ഇതുവരെ ഒത്തുതീർപ്പിൽ എത്തിയിട്ടില്ല. ഇതിനിടെയാണ് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ കെ പോൾ വിഷയത്തിലേക്ക് കടന്നുവരുന്നത്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആക്ഷൻ കൗൺസിൽ ഒരു ഭാഗത്ത് ശക്തമായ ഇടപെടൽ നടത്തുമ്പോൾ പോളിന് പിന്തുണ നൽകുന്ന സമീപനമാണ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി സ്വീകരിക്കുന്നത്. ആക്ഷൻ കൗൺസിലിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് കെ പോൾ. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് കാന്തപുരത്തെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെയും വിലക്കണമെന്നാവശ്യപ്പെട്ട് കെ പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്ന പോളിനോടൊപ്പം നിമിഷപ്രിയയുടെ കുടുംബം നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതില്ലെന്നതാണ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനാവശ്യമായ തുക പ്രധാനമന്ത്രിയുടെ ഫണ്ടിലേക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ദിവസങ്ങൾക്ക് മുൻപ് കെ പോൾ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. പിന്നാലെ നിമിഷപ്രിയയുടെ മോചനത്തിനെന്ന പേരിൽ കെ പോൾ വ്യാജ പണപ്പിരിവ് നടത്തുന്നതായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ആരോപിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് ആക്ഷൻ കൗൺസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങൾ കെ പോൾ തള്ളിക്കളയുകയാണ് ചെയ്തത്.